ഈ വിഷയം തുടങ്ങിയത് 1971-ലാണ്. പാലക്കാട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് 1971-ൽ പാലക്കാട് 586 ഏക്കർ ഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുത്ത ഭൂമിയിൽ നിന്നും 20 ഏക്കർ സ്ഥലം ചിറ്റൂർ ഷുഗേഴ്സിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം അന്നത്തെ ഗവൺമെൻറ്റിൽ നിന്നു. അന്നത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് സഖാവ് അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടമായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് 1971-ൽ ചിറ്റൂർ ഷുഗേഴ്സിന് വേണ്ടി 20 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തത്. ആ 20 ഏക്കർ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി അന്ന് ഫാക്സ് മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിൽ സന്ദേശം കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതുകൊണ്ട് അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി NE ബൽറാം, അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ് ഒരു ടെലക്സ് മെസ്സേജിലൂടെ 20 ഏക്കർ സ്ഥലം ചിറ്റൂർ ഷുഗേഴ്സിന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ചിറ്റൂർ ഷുഗേഴ്സിന് കൊടുക്കുന്നു. ചിറ്റൂർ ഷുഗേഴ്സിൽ നിന്ന് വീണ്ടും ഈ 20 ഏക്കർ ഭൂമി പ്രീമിയർ ബ്രിവറീസിന് കൊടുക്കുന്നു. ഇതൊന്നും എൻ്റെ കാലഘട്ടത്തിലല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് പിന്നെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാനിത് ആവർത്തിക്കുന്നത്. ഇതൊക്കെ 1971 തുടങ്ങി 1984-കളിലാണ് പ്രീമിയർ ബ്രിവറീസുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി വീണ്ടും കൈമാറ്റം നടത്തി. അവരവിടെ ബിയർ ഉൽപ്പാദനം നടത്തി. ആ ഉൽപ്പാദനം നടക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഷെയർ മൊത്തത്തിൽ ഈ വിജയ് മല്ലയ്യ വാങ്ങി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എനിക്ക് ഉള്ള പരിമിതമായ അറിവുകൾ വെച്ചാണ്. ആ ഷെയർ എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു അമാൽഗമേഷൻ വന്നു. UB ഗ്രൂപ്പുമായി ഒരു അമാൽഗമേഷൻ വന്നു. ആ അമാൽഗമേഷൻ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ഭൂമിക്ക് ഉള്ള ഉടമസ്ഥാവകാശം, അപ്പോൾ അതിനു മുമ്പ് താൽക്കാലിക പട്ടയം അവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചോദിച്ചുകൊണ്ട് വിജയ് മല്ലയ്യയുടെ ആളുകൾ അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷ കൊടുത്തതനുസരിച്ച് അപ്പോൾ അവിടെ ഒരു ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ബിയർ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് അമാൽഗമേഷനിലൂടെ UB ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു. അപ്പോഴും അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 71 മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ അമാൽഗമേഷൻ കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവരുടെ പേരിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി അപേക്ഷ UB ഗ്രൂപ്പ് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കളക്ടർ, ഇതിപ്പോൾ 84-കളിൽ നടന്ന കാര്യമായതുകൊണ്ട് ആരാണ് അന്നത്തെ ആളെന്നൊന്നും എനിക്കറിയില്ല.